പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്കും എക്കാലത്തും ധൈര്യവും ബലവും തരുന്നൊരു കാര്യമാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയും ഉറപ്പും ധ്യാനവും ഒക്കെ. ഇന്ന് 46-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആണ്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തികൾ ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. സ്തോത്രം. ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ ഏതു പരാജയത്തിൽ നിന്നും നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. എത്ര വലിയ പരാജയത്തിലേക്ക് നീ താഴ്ത്തപ്പെട്ടാലും ബൈബിളിലൊരു വാക്യമാ, ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആഴമുള്ളൊരു കുഴിക്കകത്തേക്ക് ഇട്ടുകളഞ്ഞു. ഇവിടം കൊണ്ട് ഇവൻ അവസാനിക്കട്ടെ, ഇവിടം കൊണ്ട് ഇവൻ തീരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം ആ വഴി ഇസ്മായേലിയ കച്ചവടക്കാരെ വരുത്തി യോസഫിനെ സഹോദരന്മാർ തന്നെ കയറ്റി അവനെ യാത്രയയക്കുന്ന കാഴ്ച ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. യോസഫിന്റെ ചരിത്രത്തിൽ എഴുതി എത്ര വലിയ കുഴിയിൽ അവൻ വീണെങ്കിലും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ നിന്നെല്ലാം അവൻ കരകയറി. എന്താണ് ഈ വചനത്തിന്റെ സന്ദേശം? നിന്നെ ദൈവം ഉറപ്പിക്കുക, നിന്റെ കൂടെ ദൈവമുണ്ട്. ആര് നിനക്ക് കുഴി വെട്ടിയാലും, ആര് നിന്നെ ആ കുഴിക്കകത്ത് ഒതുക്കിയാലും അവിടം കൊണ്ട് നീ ഒതുങ്ങത്തില്ല, നീ വെളിയിൽ വരും. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. വാക്യം ശ്രദ്ധിച്ചേ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. എന്റെ കൂടെ ഒന്ന് പറയാമോ? ദൈവം എൻ്റെ കൂടെയുണ്ട്. നീ അകപ്പെട്ട് കിടക്കുന്ന പ്രതിസന്ധിക്കകത്തുനിന്ന് ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവം നിന്നെ അത്ഭുതകരമായി പുറത്തെടുക്കാൻ പോകും. ആ അനുഭവം ഉടനെ നിനക്കുണ്ടാകും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കണ്ണടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഏറ്റെടുത്ത് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിൽ ഒരു അത്ഭുത വിടുതൽ നടക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്റെ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.